ഭാഗവതൻ്റെ പുതിയ പ്രസ്താവന സൂചിപ്പിക്കുന്നത് എന്താണ്? അഹിന്ദു എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇല്ല, അവരംഗീകരിക്കുന്നില്ല. അഹിന്ദു എന്നൊന്നില്ല. ഇവിടെയുള്ളതെല്ലാം എന്താണ്? ഹിന്ദുക്കളാണ്. നിങ്ങൾ ക്രിസ്ത്യാനികളാവും, മുസ്ലിങ്ങളാവും, നിങ്ങൾ ജൈനരോ സിഖുകാരോ ആകാം, നിങ്ങൾ ആരായാലും ശരി, നിങ്ങളെല്ലാവരും ആരാണ്? ഹിന്ദുക്കളാണ്. അതിന് കാരണം നിങ്ങളിവിടുത്തെ ഈ നാട്ടിൽ ജനിച്ച് വളർന്നവരാണ്, ഇവിടുത്തെ പിൻഗാമികളാണ്. ഇത്രയും കാലം നമ്മൾ അവരെ കൗണ്ടർ ചെയ്യാൻ നമ്മൾ പറഞ്ഞിരുന്ന വാദമാണ് ഇതിൽ പലതും. കാരണം ഇവിടെയുള്ള ക്രിസ്ത്യാനികളോ ഇവിടെയുള്ള മുസ്ലിങ്ങളോ പുറമേ നിന്ന് വന്നവരല്ല, മറിച്ച് ഈ നാട്ടിൽ തന്നെ ജനിച്ച് ജീവിച്ചവരുടെ പിൻഗാമികളാണ് എന്ന വാദമാണ് പറയുന്നത്. ആരെങ്കിലും പുറമേ നിന്ന് വന്നവരാണെങ്കിൽ ഏറ്റവും അവസാനം പുറമേ നിന്ന് വന്നവരുടെ പിൻഗാമികൾ ഈ പറയുന്ന ബ്രാഹ്മിൺസാണ്. ഈ പറയുന്ന ഈ ചിത്പാവൻ ബ്രാഹ്മിൺസും ആളുകളൊക്കെയാണ് ഏറ്റവും അവസാനം ഇവിടേക്ക് വന്നവരെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെയുള്ള തദ്ദേശീയ ജനതയുടെ തന്നെ പിൻഗാമികളാണ് ഇവിടെ ക്രിസ്തു മതത്തിലും ഹിന്ദു മതത്തിലും ഈ പറയുന്ന മുസ്ലിം മതത്തിലും എല്ലാം വിശ്വസിക്കുന്ന ആളുകളെന്ന് പറയുകയും, പിന്നെ ഏതെങ്കിലും ആളുകൾ ഇവിടെ ഏറ്റവും അവസാനം വന്നു കയറിയവരാണെങ്കിൽ ആ വന്നു കയറിയവർ നേരത്തെ പറഞ്ഞ ബ്രിട്ടീഷ് യൂറോപ്യന്മാരൊഴികെ വന്നതിൽ വെച്ച് ഏറ്റവും അവസാനം വന്നവരാരെന്ന് വെച്ചാൽ നിങ്ങളാണ് എന്ന് നമ്മൾ അവരോട് പറയുകയും ചെയ്യുകയാണ്. അതിന് പകരം ഇപ്പോൾ അവർ പറയുന്ന കാര്യം ഇവിടെയുള്ളവരെല്ലാവരും ഹിന്ദുക്കളാണ്, അഹിന്ദുക്കളില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ കൊള്ളാലോ എന്ന് തോന്നും. പക്ഷെ ഇതിലൂടെ അവർ അർത്ഥം വയ്ക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ, ഇന്ന് ഇവിടെ നിലനിൽക്കുന്ന എല്ലാ സമുദായങ്ങളെയും ഈ ഹിന്ദു മതവുമായി ബന്ധമില്ലാത്ത മതങ്ങളെയും മതസങ്കല്പങ്ങളെയും അവരുടെ ആചാരങ്ങളെയും പോലും ബ്രാഹ്മണവൽക്കരിക്കുക എന്നുള്ളതാണ്.